ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിദാസ് റെസിപ്പീസ്. നമ്മളിന്നൊരു കിഡ്ലൻ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ചനഗ്രാസും ജലാറ്റിനും ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന നല്ലൊരു ഡൽഗോണ പുഡിങ്ങാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആദ്യം കുറച്ച് കോഫി ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണോളം കോഫി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. മധുരത്തിനനുസരിച്ച് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് കിട്ടണം. അപ്പോൾ അതിനായിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ അരികു ഭാഗങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. ആ ബ്രൗൺ കളറുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അതുകൂടാതെ നമ്മൾ ഇതിലേക്ക് ബിസ്ക്കറ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ബ്രിട്ടാനിയയുടെ അരറൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പുഡിങ്ങിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബിസ്ക്കറ്റും ബ്രെഡും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ബിസ്ക്കറ്റാണ് ലെയറാക്കി വെച്ച് കൊടുക്കുന്നത്. ബിസ്ക്കറ്റ് ഓരോന്നായിട്ട് എടുത്തതിന് ശേഷം ഈ ഒരു കോഫിയിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. 2 വശവും നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് പുഡിംഗ് ട്രേയിലൊന്ന് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. ഒരു ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടണം. അപ്പോൾ അത് ശരിയായ രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ ബിസ്ക്കറ്റ് നന്നായിട്ടൊന്ന് എല്ലായിടത്തേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് വെക്കാനുള്ളത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡും നമ്മൾ ബിസ്ക്കറ്റ് ചെയ്ത പോലെ തന്നെ കോഫിയിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ബിസ്ക്കറ്റിന് മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ബ്രെഡ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബാക്കി വന്നിട്ടുള്ള കോഫി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൂടി ഒന്ന് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡാൽഗോണ കോഫിയുടെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഒക്കെ ആവാം. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടാണ്. ഇത് പുഡിംഗ് ആയതുകൊണ്ട് തന്നെ കുറച്ച് മധുരം ഉണ്ടായാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മധുരം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഡാൽഗോണ കോഫി മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ അളവ് നമ്മൾ എടുക്കുന്ന ബ്രെഡിൻ്റെയും അതുപോലെ തന്നെ ബിസ്ക്കറ്റിൻ്റെയൊക്കെ അളവിനനുസരിച്ച് മാറ്റം വരാം കേട്ടോ. നമ്മൾ ചെറിയ ട്രേയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ക്രീം കുറച്ചെടുത്താൽ മതി. അല്ല നമ്മൾ ഈ ഒരു വലുപ്പത്തിലുള്ള ട്രേ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവിൽ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു അളവ് പറയാനില്ല. നമ്മൾ എത്രയാണോ ബിസ്ക്കറ്റും ബ്രെഡൊക്കെ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ക്രീമൊക്കെ എടുക്കുക.
ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്ലഫി ആയിട്ട് സ്റ്റിഫായിട്ടൊന്നും വരേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു ക്രീമി രൂപത്തിൽ കിട്ടിയാൽ മതി. കാരണം നമ്മൾ ക്രീമി സ്ട്രക്ചറിലുള്ള പുഡിംഗ് ആണ് റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ക്രീമി സ്റ്റിഫായിട്ട് കിട്ടണ്ട. ഇപ്പൊ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത് കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോഫി പൗഡറിന്റെ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയെന്ന് കരുതി ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണമെന്നില്ല. നമ്മൾ ഇതുപോലെയുള്ള ഒരു മാർബിൾ ഷെയ്ഡിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പം ഇതൊന്ന് ചെറുതായ രീതിയിൽ ഇതൊന്നുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പുഡിങ്ങിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൻ്റെ ഒരു പകുതി മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു ഡാൽഗോണ കോഫിയുടെ അതേ സെയിം ടേസ്റ്റ്, നല്ല കൈപ്പോട് കൂട്ടിയിട്ടുള്ള ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ആ ഒരു ടേസ്റ്റ് പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പം കുട്ടികൾക്കൊക്കെ ഈ ഒരു ടേസ്റ്റാണ് ഇഷ്ടമായത്. അതുകൊണ്ടാണ് ഞാനിത് പകുതി ചേർത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് കൂടി വരുമ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെ ആവും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ആ ഒരു കോഫിൻ്റെയും ആ ഒരു ചോക്ലേറ്റിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ബിസ്ക്കറ്റിൻ്റെയും എല്ലാം കൂടി ടേസ്റ്റ് മിക്സായി വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പം ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. നമ്മൾ ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി. ഒരു 3-4 മണിക്കൂർ വെച്ചാൽ തന്നെ ഇത് നന്നായിട്ട് സെറ്റായി കിട്ടും. ഇതൊന്ന് തണുത്ത് കിട്ടിയാൽ മതി. നമുക്ക് കൂടുതലായിട്ട് ചെനാഗ്രാസിൻ്റെ പോലെയോ ജെലാറ്റിൻ്റെ പോലെയോ അത് സെറ്റായി കിട്ടാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. പക്ഷേ ഇത് നമുക്ക് ആ ഒരു ബ്രെഡിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് പോയിട്ട് കോഫിയുടെ ടേസ്റ്റൊക്കെ ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസമൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നാവും. ഇതൊന്ന് തണുത്ത് കിട്ടിയാൽ തന്നെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെക്കാനുള്ള ടൈം ഉണ്ടായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അപ്പം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഫ്രിഡ്ജിലൊന്നും സെറ്റാവാനൊന്നും വെച്ചിട്ടില്ല. നമ്മൾ ആ റെഡിയാക്കിയ സമയത്ത് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കഴിച്ച് നോക്കുന്ന സമയത്ത് നമുക്കൊരു കോഫിയുടെ മിഠായി ഉണ്ടല്ലോ, ആ ഒരു കോഫി വൈറ്റ് മിഠായി ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു പുഡിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. തന്നെ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്